വളരെ നാളുകളായി മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. 10 വയസ്സോ അതിലധികമോ ആയ ശേഷം മകനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി ഹന്ന ഏൽപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശീലോവിൽ ദൈവസന്നിധിയിൽ ഒരു മകനു വേണ്ടി ശബ്ദമുണ്ടാക്കാതെ ഹന്ന പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പരിഹസിച്ച് ഏലി പുരോഹിതൻ ചിരിച്ചു. അതേ പുരോഹിതൻ്റെ അടുക്കലാണ് ഹന്ന തൻ്റെ മകനെ കൊണ്ടുപോയി ആക്കുന്നത്. ആ സമയത്ത് തൻ്റെ പ്രാർത്ഥനയുടെ കാര്യം ഹന്ന ഏലി പുരോഹിതനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അന്ന് തൻ്റെ ഏക മകനെ ഏലി പുരോഹിതനെ ഹന്ന ഏൽപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ഇനി ആ ബാലൻ അവളോടൊപ്പമല്ല താമസിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഏലി പുരോഹിതനോടൊപ്പം ശീലോവിലായിരിക്കും താമസിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം മകനിൽ നിന്നും എന്നേക്കുമായി വേർപെടുന്ന സമയത്ത് ഒരു അമ്മ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. ശമൂവേൽ ബാലൻ ആദ്യമായിട്ടാണ് ശീലോവിൽ ദൈവസന്നിധിയിൽ വരുന്നത്. ഇന്നു മുതൽ അതാണ് ആ ബാലൻ്റെ വീട്. ഇത്തരം അവസരത്തിൽ അവൻ്റെ അമ്മ വികാരാധീനയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള വാക്കുകളല്ല ഹന്ന അവിടെ പറഞ്ഞത്. 1-ാം വാക്യം മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. വളരെയധികം വികാരങ്ങൾ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ സമയത്ത് ഹന്നയുടെ പ്രാർത്ഥന വെറും വികാരപ്രകടനം മാത്രം ആയിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതും അവൾക്ക് ചുറ്റും സംഭവിച്ചതുമായ കാര്യങ്ങളെ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹന്ന ആ പ്രാർത്ഥന നടത്തിയത്. പഴയ നിയമത്തിലെ പദ്യഭാഗങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ആ പ്രാർത്ഥന. അതിൽ അവൾ പ്രാഥമികമായി ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നന്ദി പറയുകയും മഹത്വം നൽകുകയും ചെയ്യുന്നു. അവൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയത്തെക്കുറിച്ചും നല്ല സമയത്തെക്കുറിച്ചും അവൾ ബോധവതിയാണ്. പക്ഷേ അതേസമയം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുർഘടമായ സമയത്തെ അവൾ മറക്കുന്നില്ല. ജീവിതം നല്ല സമയങ്ങളും നല്ല അനുഗ്രഹങ്ങളും മാത്രമുള്ള ഒന്നല്ല, മറിച്ച് ദുഃഖവും പ്രയാസവും വേദനയും കൂടി ഉള്ളതാണ് എന്ന് അവൾ സമ്മതിക്കുന്നു. സാഹചര്യങ്ങൾ ആളുകളുടെ ജീവിതത്തിലും മാറ്റമുണ്ടാക്കുന്നു. ഈ പ്രാർത്ഥനയിൽ അവൾ വീരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, ഇടറിയവരെക്കുറിച്ചും പറയുന്നുണ്ട്, സമ്പന്നരെക്കുറിച്ച് പറയുന്നു, വിശക്കുന്നവരെക്കുറിച്ചും പറയുന്നു, മക്കളില്ലാത്തവളെക്കുറിച്ചും പറയുന്നു, ധാരാളം മക്കളുള്ളവളെക്കുറിച്ചും പറയുന്നു, ദാരിദ്ര്യത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും പറയുന്നു, ദരിദ്രനെക്കുറിച്ചും പ്രഭുക്കന്മാരെക്കുറിച്ചും അവൾ പറയുന്നു. അവൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഈ ഓരോ തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതും അവരുടെ സാഹചര്യങ്ങൾ മാറ്റുന്നതും ദൈവമാണ് എന്ന് പറയാനാണ്. വളരെ വൈകാരികമായ ജീവിത സാഹചര്യത്തിലും അവൾക്ക് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നത്. മക്കളില്ലാത്തവൾ എന്ന പരിഹാസം വർഷങ്ങളോളം സഹിച്ച ഹന്ന ഇപ്പോൾ അമ്മയായിരിക്കുന്നു. അത് അവളുടെ മിടുക്കോ അവളുടെ പ്രാർത്ഥനയുടെ മിടുക്കോ അല്ല, മറിച്ച് ദൈവമാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് അവൾ സമ്മതിക്കുന്നു. അത് വെറും വാക്കല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൾ അന്ന് ചെയ്ത പ്രവൃത്തി. എൻ്റെ മകനെ ദൈവം തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ മകനെ ദൈവത്തിന് തിരികെ നൽകുന്നു. അതൊരു വൈകാരികമായ തീരുമാനമായിരുന്നില്ല. 10 വർഷത്തിലധികം ആലോചിച്ച് ഉറപ്പിച്ച ഒരു തീരുമാനമായിരുന്നു അത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ വൈകാരികമായ തീരുമാനങ്ങളല്ല എടുക്കുന്നത്. അവർ ശരിയായതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.